പിന്നെന്താ ഡ്യൂട്ടി? നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടി ദിക്ർ, സലാത്ത്, ഖുർആൻ ഓത്ത്, ഇൽമു പറയാ, കേൾക്കുക, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യത്തിനും പള്ളി ഉപയോഗിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പള്ളിയിൽ നിന്ന് നിക്കാഹ് നടത്താൻ പാടില്ല എന്നല്ല. നിക്കാഹ് പള്ളിയിൽ നിന്നാലും നല്ലതാ. പക്ഷെ പഴയ കാലത്ത് പള്ളിയിൽ നിന്ന് നിക്കാഹ് നടക്കൽ വളരെ കുറവാ അല്ലേ? പള്ളിയിൽ നിന്ന് നിക്കാഹ് നടക്കൽ ഇവിടെ ഒക്കെ കൂടുതലുണ്ടോ? കുറവല്ലേ? അധികവും വീട്ടിൽ നിന്ന് നടക്കുക. അതെന്തേ അങ്ങനെയായത്? ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കേരളക്കാർ, ഇവിടെ കേരള കർണാടക ഈ കേരളക്കാർക്ക് പള്ളിയിലെ അച്ചടക്കം കുറവാണ്. ഞാനും കേരളക്കാരനാട്ടോ, നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. പള്ളിയിൽ അച്ചടക്കം കുറവാണ് കേരളക്കാർ. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നോക്ക്, പള്ളി കയറിയ പിന്നെ ഒരു അക്ഷരം മിണ്ടൂല ഒരൊറ്റ കുട്ടി. നമ്മളോ പള്ളിയിൽ നിന്നുള്ള എല്ലാ സൊറയും പള്ളിയിൽ നിന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ പഴയകാല ആലിമ്യങ്ങള് അതിന് കൂടുതൽ പ്രചോദനം നൽകിയില്ല എന്നാ തോന്നുന്നത്. എന്തിന്? പള്ളിയിൽ നിക്കാഹാക്കാൻ. കാരണം പള്ളിയിൽ നിക്കാഹാക്കിയാലും സുബ്ഹാനല്ലാഹ് പള്ളിയിൽ നിന്നായിരിക്കും പിന്നെ ഈ നിക്കാഹുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ അഹമ്മദാജി വന്നോ, പോക്കറാജി പോയോ, മറ്റേ പുതിയാപ്പിള എത്തിയോ, ഒട്ടാകെ പള്ളിയിൽ നിന്നായിരിക്കും സംസാരം. അതുകൊണ്ടായിരിക്കാം നമ്മളെ പഴയ ആലിമ്യങ്ങൾ അതിന് കൂടുതൽ പ്രചോദനം നൽകാതിരുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലാഹു അഅലം. ഞാൻ എൻ്റെ ഒരു ചിന്ത പറഞ്ഞു എന്നേ ഉള്ളൂ. പള്ളിയിൽ വെച്ച് പുണ്യമാണ് നിക്കാഹ്, നല്ലതാണ് നിക്കാഹ്. പക്ഷേ അച്ചടക്കം വേണം. പള്ളി നമുക്ക് സംസാരിക്കാനുള്ളതല്ല. മൻ അൻസദ വാലത്തൻ ഫിൽ മസ്ജിദി. ഒരാള് പള്ളിയിൽ വെച്ച് ചോദിച്ചു, എന്റെ പേന വീണുപോയി, നിങ്ങൾക്കാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എന്റെ വാച്ച് കാണുന്നില്ല, നിങ്ങൾക്കാർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് പള്ളിയിൽ നിന്ന് ചോദിച്ചാൽ നബിതങ്ങൾ പറയാണ്, അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അപ്പൊ പറയണം, ലാ റദ്ദഹ അല്ലാഹു ലക്, അല്ലാഹു അത് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. എന്താ കാരണം? പള്ളി ഉണ്ടാക്കിയത് ഇവന്റെ ഈ അനൗൺസിന് വേണ്ടിയല്ല, ഇവന്റെ സാധനം വീണോ ചോദിക്കാൻ ഉണ്ടാക്കിയല്ല പള്ളി അള്ളാന്റെ ദിക്റും ദുആക്കും ഖുർആനും മറ്റൊക്കെ ഉണ്ടാക്കിയ ഇത് അന്വേഷിക്കാനുള്ള സ്ഥലമല്ല പള്ളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക.